പിതൃമോക്ഷത്തിനു വേണ്ടി കർക്കിടക മാസത്തിലെ അമാവാസിയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളായത്. ഇതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ അഞ്ചൽ കടയാറ്റുകളരി ദേവി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഊട്ടുപറമ്പിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. രാവിലെ 6 മണിയോടുകൂടി ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ 2 മണിയോടുകൂടി സമാപിക്കും. ബലിതർപ്പണ ചടങ്ങിന് 1000-ഓളം പേരാണ് ഇപ്രാവശ്യം എത്തിയിരുന്നത്. ബലിതർപ്പണ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വർക്കലയിൽ നിന്നും എത്തിയ ആചാര്യന്മാരുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു വരുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇത് അവസാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാധാരണ നിലയിൽ എല്ലാ കർക്കിടക വാവ് ദിവസവും നമ്മൾ പിതൃക്കളെ സങ്കല്പിച്ച് നമ്മുടെ എല്ലാ പിതൃക്കളെയും സാധാരണ നമ്മൾ ഒരു പിതൃ മരിച്ചു കഴിഞ്ഞാൽ ആണ്ട് ശ്രാദ്ധം മറ്റുമൊക്കെ ചെയ്യുമെങ്കിലും കർക്കിടക വാവ് എന്ന ദിവസത്തിന് പ്രത്യേകമായ ഒരു പരിഗണന നമ്മുടെ ഹിന്ദു ആചാരവിധി പ്രകാരം ഉണ്ട്. ദക്ഷിണായനം തുടങ്ങുന്ന കർക്കിടക മാസത്തിലെ അമാവാസി വളരെ പ്രാധാന്യമുള്ള ഒരു പുണ്യദിനമാണ്. ആ പുണ്യദിനത്തിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം ഊട്ടുന്നത് ഏറ്റവും ശ്രേഷ്ഠപരമായ ഒരു കർമ്മമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് കർക്കിടക വാവിന് നമ്മൾ ബലി നിശ്ചയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വാവ് തുടങ്ങുന്നത് വൈകുന്നേരം 4 മണിയോടുകൂടിയാണെങ്കിൽ ശ്രാദ്ധം, നമ്മളിതിന് പറയുന്നത് തന്നെ ശ്രാദ്ധപിണ്ഡം എന്നാണ്. ശ്രാദ്ധം ഇന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കർക്കിടക വാവ് എന്ന് നിശ്ചയിച്ചത്. കർത്തവാവ് പഞ്ചാംഗങ്ങളിലെ കർത്തവാവ് നാളെയും കർക്കിടക വാവ് ഇന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത ഇതുകൊണ്ടാണ്. സമർപ്പിച്ച് പ്രസാദം വാങ്ങി മാത്രം മടങ്ങുക. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പൂർണ്ണത വരത്തുള്ളൂ. രീതിയിൽ എല്ലാവരും ഭക്തിപൂർവ്വം ചെയ്യുക. ചാണകം മെഴുകുന്നതിനനുസരിച്ച് ആ ഇല ആദ്യം ഇരുന്ന സ്ഥാനത്ത് നിന്ന് കളിക്കുക. കർക്കിടക മാസത്തിലെ ബലിതർപ്പണ ദിവസം പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായി ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണിക്ക് തന്നെ ഊട്ടുപറമ്പിൽ സാന്നിധ്യമുള്ള ഊട്ടുപറമ്പിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഒരേ സമയം വന്നത് മൂലം ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകയാണ്. ഭൗതിക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന സാഹചര്യം ആയതുകൊണ്ട് രാവിലെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 600-ൽ പരം ആളുകൾ വന്ന് ബലിതർപ്പണത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞു ഇതുവരെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിജയമാണ്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം പ്രാധാന്യം നൽകി നല്ല രീതിയിൽ വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൂർണ്ണമായും മോക്ഷം ലഭിക്കത്തക്ക തരത്തിൽ പുരോഗമന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്തി നിർഭരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും പറ്റിപ്പോയ വീഴ്ചകൾ, ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് അടുത്ത വർഷം പൂർവാധികം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുറച്ചുകൂടെ ഭംഗിയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഭംഗിയായിരുന്നു. രാവിലെ അന്നദാന സൗകര്യം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ഭക്തജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 2 മണി വരെ ചടങ്ങുകൾ തുടരുന്നതാണ്. ചാണകം മെഴുകുന്നതിനനുസരിച്ച് ആ ഇല ആദ്യം ഇരുന്ന സ്ഥാനത്ത് നിന്ന് കളിക്കുക. പുറത്തുവരെയും കേറിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.